اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. اتقوا الله عباد الله. ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽബറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന, നമ്മോട് ഏറെ സ്നേഹവും കാരുണ്യവുമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, ജീവിതത്തിലുടനീളം സമാധാനവും ശാന്തിയും സ്വസ്ഥതയും ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യരായ നമ്മളെല്ലാവരും. പക്ഷേ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ പലപ്പോഴും നമുക്ക് അനുഭവപ്പെടാറുമുണ്ട്. എന്താണ് പ്രിയപ്പെട്ടവരെ ഇതിന് പരിഹാരം? എവിടെ നിന്നാണ് നമുക്ക് സക്കീനയുണ്ടാവുക? എങ്ങനെയാണ് നമുക്ക് സക്കീനയുണ്ടാകുക? അല്ലെങ്കിൽ ഏതെല്ലാം മാർഗമാണ് സമാധാനത്തിന് വേണ്ടി നമ്മൾ തേടേണ്ടത് എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശ്വാസികളെ, എത്രയോ ആളുകൾ സംഗീതം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട്, കുറച്ച് എൻജോയ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയത്, അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ലഹരി ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? കുറച്ചൊക്കെ ഒരു എന്റർടൈൻമെന്റ് കിട്ടാൻ വേണ്ടിയിട്ട്, ഒന്ന് ആനന്ദിക്കാൻ വേണ്ടിയിട്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യരുതേ എന്ന് പഠിപ്പിച്ച കാര്യമാണ്, അല്ലേ? ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളിലൂടെ ആളുകൾ സമാധാനം കണ്ടെത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരുപാട് സമയം സോഷ്യൽ മീഡിയകളിൽ ഇരുന്ന് സമയം ചെലവഴിച്ച് എന്തെങ്കിലും ഒരു കുറച്ചു നേരത്തെ സമാധാനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുണ്ട്. ഇതൊന്നും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥമായ മാർഗമല്ല. നോക്കൂ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ കുറിച്ചു കൊണ്ടുള്ള ഒരു വ്യക്തിയുടെ ഓർമ്മ, ഒരു സ്മരണ, അല്ലേ? നമുക്ക് വെള്ളം നൽകിയ, നമുക്ക് വായു നൽകിയ, നമുക്ക് നിഅമത്ത് നൽകിയ ആ പടച്ച റബ്ബിനെ കുറിച്ചിട്ടുള്ള ഓർമ്മ കൊണ്ട് മാത്രമാണ് വിശ്വാസികളെ നമുക്ക് യഥാർത്ഥമായ സമാധാനം ലഭിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുകയാണ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയണേ, നിങ്ങൾ മനസ്സിലാക്കണേ, അള്ളാഹുവിനെ കുറിച്ചു കൊണ്ടുള്ള ഓർമ്മ കൊണ്ടത്രേ മനസ്സുകൾക്ക് സമാധാനം ലഭിക്കുന്നത്, മനസ്സുകൾക്ക് ശാന്തത ലഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നിന്റെ ജുമാ ഖുത്ബയിൽ നമ്മൾ ഓരോരുത്തരും ഇരിക്കുമ്പോൾ, അള്ളാഹുവിന്റെ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം എത്രയാണ്, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആനന്ദം എത്രയാണ്. പരിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ വചനങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന സൗഖ്യം എത്രയാണ്, സമാധാനം എത്രയാണ്.
അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് കൊണ്ടുള്ള ഓർമ്മ നോക്കി നിങ്ങൾ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറാ ഗുഹയിൽ പോയിട്ട് ഇരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവരെ? അള്ളാഹിനെ കുറിച്ച് ആലോചിച്ച് അള്ളാഹുവിലേക്ക് അടുക്കാൻ, അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിനെ കുറിച്ച് ചിന്തിച്ച് പടച്ച റബ്ബിങ്കിലേക്ക് ഏകാന്തമായി അല്ലേ ഇരിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രൂപത്തിൽ സമയം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സമാധാനം നമ്മുടെ ജീവിതത്തിലേക്ക് അനിവാര്യമായി കടന്നു വരേണ്ടുന്ന ഒരു കാര്യമാണെങ്കിൽ അവിടെ നമ്മൾ കൃത്യമായി അള്ളാഹുവിനെ കുറിച്ച് കൊണ്ടുള്ള ഓർമ്മയാണ് നമ്മൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമതായി വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്താണെന്നറിയോ? മനുഷ്യരായ നമ്മളൊക്കെ ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. നമ്മുടെ കൈകാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നുണ്ട് എങ്കിൽ ഒരു സ്റ്റെപ്പ് എടുത്ത് മറ്റൊരു സ്റ്റെപ്പിലേക്ക് നമ്മുടെ കൈകാലുകൾ നമുക്ക് വെക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദുനിയാവിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. ഇതിന് സാധിക്കാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെ നാട്ടുകാരിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞരുളിയ നിഅമത്തുകളെ തിരിച്ചറിയാതിരുന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര നമ്മുടെ ജീവിതത്തിലേക്ക് വാരിക്കോരി തന്നാലും നിരാശയുടെ വാക്കുകൾ, സങ്കടത്തിന്റെ വാക്കുകൾ, പ്രയാസത്തിന്റെ വാക്കുകൾ പറയുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും. എന്താ കാരണം എന്നറിയോ? ദുനിയാവിനെ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, പരലോകത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ദുനിയാവിലെ ജീവിതം എന്നുള്ളത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമുക്കൊക്കെ മനപ്പാഠമുള്ള സൂറത്തുൽ മുൽക്കിലൂടെ പഠിപ്പിക്കുകയാണ്. ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചവനാണ് ആ റബ്ബ്. എന്തിനു വേണ്ടിയിട്ടാണ്? ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. അയ്യുക്കും അഹ്സനു അമലാ, നിങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും നന്നായി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് ആരെന്നറിയുവാൻ. ഇത് അല്ലാഹുവിന്റെ ഒരു പരീക്ഷണത്തിന്റെ കലവറയാണ്. ഈ പരീക്ഷണത്തിന്റെ കലവറയിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, സന്തോഷവും ദുഃഖവും ജീവിതത്തിലേക്ക് കടന്നു വരാം, ആനന്ദവും സൗഖ്യവും ജീവിതത്തിലേക്ക് കടന്നു വരാം. മാരാരോഗങ്ങൾ കൊണ്ട് പടച്ച റബ്ബ് നിന്നെ പരീക്ഷിക്കാം, സാമ്പത്തികമായ തളർച്ച കൊണ്ട് റബ്ബ് നിന്നെ പരീക്ഷിക്കാം. ആ സന്ദർഭത്തിലൊന്നും അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കേന്ദ്രങ്ങളിലേക്ക് നീ പോകാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ഒരു മേഖലയിലേക്ക് നിന്റെ കാൽനട നടത്താൻ പാടില്ല, നിന്റെ കുടുംബത്തെ കൊണ്ടുപോകാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയണം. ദുനിയാവിന്റെ നശ്വരതയെ നമ്മൾ കൃത്യമായി അറിയണം. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ? ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം പ്രാർത്ഥിക്കുന്ന, റബ്ബിനോട് മാത്രം വിളിച്ചപേക്ഷിക്കുന്ന ഒരു മനസ്സ് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമുക്ക് അനിവാര്യമാണ്. അല്ലെങ്കിൽ എന്താ ഏറ്റവും വലിയ പ്രശ്നം അറിയോ? സ്വർഗം നഷ്ടപ്പെടും. സ്വർഗം നഷ്ടപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർത്താൽ, അല്ലാഹുവിൽ ശിർക്ക് ചെയ്താൽ പ്രിയപ്പെട്ടവരെ, വലിയ നഷ്ടം സ്വർഗമാണ്. ഏതാണ് ആ സ്വർഗം എന്നറിയോ? നമ്മൾ ആരും ഇതുവരെ കണ്ടിട്ടില്ല, നമ്മുടെ കൽബുകൾ കൊണ്ട് നമ്മൾ ചിന്തിച്ചിതുവരെ എത്തിയിട്ടില്ല. അതിന്റെ വിശാലതയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അതിന്റെ വിശാലതയെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആകാശഭൂമികളോളം വിശാലമായ ആ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ മുന്നോട്ട് വരൂ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. ആ സ്വർഗമാണ് ശിർക്ക് ചെയ്യുന്നതിലൂടെ നഷ്ടമാകുന്നത്. അല്ലാഹുവേ, എന്റെ രോഗം മാറ്റണേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ കഴിയണം. മുഹീദ്ദീൻ ഷേഖേ, എന്റെ രോഗം മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചാൽ, ബദരീങ്ങളെ എന്റെ രോഗം മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചാൽ പ്രിയപ്പെട്ടവരെ, അപകടമാണ്. നഷ്ടം നമുക്കാണ്, ഒരാളും നമ്മെ സഹായിക്കുവാനില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കൊണ്ട് നമ്മളെ പഠിപ്പിച്ചു സൂറത്തുൽ ലുഖ്മാനിലൂടെ. ലുഖ്മാനുൽ ഹക്കീം എന്ന് പറഞ്ഞ ഒരു തത്വജ്ഞാനിയായ ഒരു പിതാവ് തന്റെ പൊന്നുമോന് കൊടുക്കുന്ന 10ഓളം ഉപദേശങ്ങളെ സുന്ദരമായ രൂപത്തിൽ
പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് പ്രിയപ്പെട്ടവരെ. അതിലെ ഒന്നാമത്തെ ഉപദേശം എന്താ അറിയോ? ആ പൊന്നുപ്പച്ചി തന്റെ മോനോട് കൊടുക്കുകയാണ്. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലദുൽമുൻ അദീം. പൊന്നുമോനെ, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. തീർച്ചയായും അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത് ഏറ്റവും വലിയ അക്രമമാകുന്നു മോനെ, ഏറ്റവും വലിയ അക്രമം. ഒരു അടിമ തന്റെ നാഥനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമം. പഠിച്ചോ നമ്മളൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മളാലോചിച്ചോക്കാണ്, അള്ളാഹു നൽകിയ വെള്ളം കുടിച്ച്, അള്ള നൽകിയ ഭക്ഷണം കഴിച്ച്, അള്ളാഹു നൽകിയ സുഖാനുഭൂതികളെല്ലാം നുകർന്ന് ഹംദ് ചെയ്ത് റബ്ബിലേക്ക് അടുക്കേണ്ടതിന് പകരം അള്ളാഹുവിന്റെ സൃഷ്ടികളിലേക്ക് വിളിച്ചു തേടുന്ന ഒരവസ്ഥ. നാളെ പരലോകത്ത് എത്തിപ്പെടുമ്പോ എന്താ സംഭവിക്കുക? നരകമാണ് ആ മനുഷ്യനെ കാത്തിരിക്കുന്നത്. നരകമാണ് ആ മനുഷ്യനെ കാത്തിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ ഒരു കുതിരയുടെ ഊഹമെന്നൊക്കെ പഠിപ്പിച്ചിരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. യുദ്ധക്കളത്തിലേക്ക് തന്റെ യജമാനന്റെ നേർക്ക് വരുന്ന ഓരോ വാളുകളെയും അമ്പുകളെയും തന്റെ സ്വന്തം കഴുത്ത് കാണിച്ചു കൊടുത്തുകൊണ്ട് തന്റെ യജമാനനെ സംരക്ഷിക്കുന്ന ഒരു കുതിര. പ്രിയപ്പെട്ടവരെ, ആ കുതിരക്ക് തന്റെ യജമാനൻ എന്താണ് കൊടുത്തത്? എന്താ കൊടുത്തിട്ടുണ്ടാകുക? അഥവാ ദുർബന്ധം നമിക്കുന്ന, പേരെ പ്രയാസപ്പെടുന്ന ഏതെങ്കിലും ഒരു സ്ഥലം, ചെറിയൊരു സ്ഥലം അല്ലേ, കുറച്ച് പുല്ലും കുറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ആ കുതിരക്ക് തന്റെ യജമാനോടുള്ള സ്നേഹം പോലും മനുഷ്യരെ നിങ്ങൾ എന്തേ എന്നോട് കാണിക്കാത്തെന്നുള്ളതാണ്. ആലോചിച്ചോക്കാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടുന്ന അവസ്ഥയാണ്. ജീവിതത്തിൽ സമാധാനം നമുക്ക് വേണമെങ്കിൽ അള്ളാഹുവിനോട് വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയിലൂടെ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. ലോകത്ത് കടന്നു വന്ന എല്ലാ അമ്പിയാക്കളും തന്റെ സമൂഹത്തോട് പഠിപ്പിച്ചതെന്താണ്? വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫഖാല യാ ഖൗമി അബ്ദുല്ലാഹ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തന്റെ സമൂഹത്തിലേക്ക് പറഞ്ഞയച്ചപ്പോ ആ സമൂഹത്തിലെ ആളുകളോട് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചത്, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയത് അനിഅബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് മാത്രം പ്രാർത്ഥിക്കണേ എന്നാണ്. അല്ലാഹനെ വിളിച്ചുകൊണ്ട് മാത്രം പ്രാർത്ഥിക്കണമെന്നാണ്. ആ റബ്ബിലൂടെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പരിപൂർണമായ സമാധാനം ഉണ്ടാവുകയുള്ളൂ. പരിപൂർണമായ ജീവിതത്തിൽ ശാന്തിയും സ്വസ്ഥതയും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. എത്ര വലിയ രോഗങ്ങൾ കൊണ്ട് പടച്ച റബ്ബ് നമ്മളെ പരീക്ഷിച്ചാലും ഒരു ഏലസ് നമ്മുടെ കുട്ടിയുടെ ശരീരത്തിൽ കെട്ടാൻ പാടില്ല. നമ്മൾ ചിന്തിക്കണം. ഇപ്പൊ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്താ അറിയോ? എന്തെങ്കിലുമൊക്കെ പ്രയാസമാകുമ്പോൾ നമ്മൾ ഒരുപാട് ആളുകളെ കാണും, ഡോക്ടേഴ്സിനെ നമ്മൾ കാണും, ചിന്തിക്കും. അതൊക്കെ കുറെ നമ്മൾ കണ്ടിട്ടും നമ്മൾ അതിനു വേണ്ടിയൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിലൂടെ നമ്മൾ സഞ്ചരിക്കും, കാര്യങ്ങളൊക്കെ വിശദീകരിക്കും. അവസാനം അവൻ പറഞ്ഞുതരും, ഇനി ഡോക്ടറൊന്നും കാണിച്ചിട്ട് കാര്യമില്ല, ഇന്ന ഭാഗത്തൊരു തങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇന്ന ഭാഗത്തൊരു ബീവിയുണ്ട്, ഒരു ഹോജയുണ്ട്, അവിടെ പോയി തേടിക്കോ, അവിടെ പോയി നേർച്ച ചെയ്തോ, അവിടേക്ക് വഴിപാടുകൾ നടത്തിക്കോ, നിന്റെ എല്ലാ രോഗത്തിനും ശിഫ കിട്ടുമെന്ന് ഒരു പക്ഷേ നമ്മളോട് പറയും. ദുർബലരായ നമ്മൾ അതിൽ പെട്ടുപോകും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. മാത്രല്ല കേട്ടോ, ഈ തൗഹീദ് നമ്മൾ പ്രചരിപ്പിക്കൽ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്, ഓരോരുത്തരുടെയും കടമയാണ്. തൗഹീദ് പറയുമ്പോ ജനങ്ങൾ നമ്മളെ പൂമാലയിട്ട് സ്വീകരിക്കുമെന്ന് ആർക്കും ഒരു നല്ലൊരു ചിന്ത വേണ്ട. പ്രയാസം ഉണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാർക്കിടയിൽ ആരായിരുന്നു പ്രിയപ്പെട്ടവരെ? അൽ അമീൻ ആയിരുന്നു, വിശ്വസ്തനായിരുന്നു, അല്ലേ? ഏറ്റവും നല്ല മനുഷ്യനായിരുന്നു. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ നാട്ടുകാരെയും കുടുംബക്കാരെയും ആ നാട്ടിലെ പ്രമാണിമാരെയും എല്ലാവരെയും വിളിച്ചുകൂട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, പറഞ്ഞു കൊടുത്തു. അല്ല മനുഷ്യരെ, ആ കാണുന്ന മലമുകളിൽ നിന്നൊരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ എന്ന് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചപ്പോ എല്ലാവരും ഒരേ സ്വരത്തിലാണ് പറഞ്ഞത്, മുഹമ്മദേ, താങ്കൾ അൽ അമീനാണ്, താങ്കൾ വിശ്വസ്തനാണ്, ഞങ്ങൾ എല്ലാവരും താങ്കളിൽ വിശ്വസിക്കുമെന്ന് പറഞ്ഞപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനയില്ല കേട്ടോ. ഇതങ്ങ് പറഞ്ഞപ്പോ പ്രിയപ്പെട്ടവരെ, കൂടെ നിന്ന ആളുകളുടെ സ്വഭാവം ഒന്ന് മാറി. ഇത് പറയാനാണോ മുഹമ്മദേ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്? നീ ഭ്രാന്തനാണടാ, നീ കള്ളനാണടാ, നിനക്ക് സിഹിർ സംഭവിച്ചിട്ടുണ്ട്, നിന്നെ ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് വരെ ഭീഷണിപ്പെടുത്തിയ സന്ദർഭങ്ങളിലൂടെ നിനക്ക് നാശമുണ്ടാകട്ടെ എന്ന് പോലും പറഞ്ഞവരുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പ്രയാസത്തോടു കൂടി പുറപ്പെടുകയാണ്. നോക്കൂ നിങ്ങൾ, ആ ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച പ്രയാസത്രൈകാരം. നമ്മളിങ്ങനെ നാട്ടുകൂടെ നടന്നു പോകുമ്പോ നമ്മൾ അറിയുന്ന നമ്മുടെ നാട്ടുകാരൻ നമ്മുടെ മുഖത്ത് നോക്കി, പ്രിയപ്പെട്ടവരെ, നിനക്ക് ഭ്രാന്താണെന്ന് പറയുമ്പോൾ, നീ കള്ളനാണെന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ മനസ്സിൽ എത്ര പ്രയാസം ഉണ്ടാകും? അനുഭവിച്ചില്ലേ നമ്മുടെ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ മാർഗത്തിൽ ഞാനും നിങ്ങളും എന്ത് പ്രയാസമാണ് നേടിയത്? നാളെ പരലോകത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ, അബൂ ജഹൽ റളിയല്ലാഹു അൻഹുവിനെ, സുബൈർ റളിയല്ലാഹു അൻഹു, മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ, സ്വഹാബത്തിനെ ആയിരക്കണക്കിന് കാര്യങ്ങൾ പറയാൻ നാളെ പരലോകത്തുണ്ടാകും. നമുക്ക് നാളെ റബ്ബിനോട് പറയാൻ എന്ത് അമലുകൾ ഉണ്ടാകും? പടച്ചോനെ, ഞാൻ അല്ലാഹുവേ നിന്റെ മാർഗത്തില് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ നമ്മുടെ അടുത്തുണ്ടാകുമോ? നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് തൗഹീദ് ഉള്ളവരായി പ്രിയപ്പെട്ടവരെ നമ്മൾ മാറണം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത് എന്താ അറിയോ? തൗബയും ഇസ്തിഗ്ഫാറുമാണ്. തൗബയും ഇസ്തിഗ്ഫാറും നടത്താത്ത ഒരു മനുഷ്യന്റെ ജീവിതം അതവൻക്ക് അപകടമാണ്. കാരണം മനുഷ്യരെന്ന നിലക്ക് നമ്മളെല്ലാവരും ദുർബലരാണ്. ആ ദുർബലത തെറ്റുകൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കും. പക്ഷെ പ്രിയപ്പെട്ടവരെ, തെറ്റ് ചെയ്യാനുള്ള അവസരങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. കാരണം എന്താ? ആ തെറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മനസ്സ് ഇടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അല്ലാഹുവിൽ നിന്ന് അകന്നകന്നു കൊണ്ടിരിക്കും. പാപങ്ങൾ പേറിക്കൊണ്ടിരിക്കുന്ന ഒരു മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നമസ്കാരത്തിൽ അവൻക്ക് ഖുശൂ ലഭിക്കുകയില്ല, അവന്റെ ഒരു കർമ്മത്തിലും അവൻക്കൊരു ഭയഭക്തി ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, യാ അയ്യുഹന്നാസ് തൂബൂ ഇലല്ലാഹ്, മനുഷ്യരെ നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. ഫഇന്നി അതൂബു ഫിൽ യൗമി 100 മറ, ദിവസത്തിൽ 100 പ്രാവശ്യം ഞാൻ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാറുണ്ട് എന്ന്. ആരാ പ്രിയപ്പെട്ടവരെ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളുടെ അഭിമാനത്തിന് പോലും ക്ഷതം വരുത്താത്ത, അല്ലേ, ഒരാളെ പോലും ബുദ്ധിമുട്ടിക്കാത്ത നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസത്തിൽ 100 തവണ തൗബ ചെയ്ത് മടങ്ങുന്നുണ്ട് എങ്കിൽ ഞാനും നിങ്ങളൊക്കെ എത്ര ആ ഒരു വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ കാണിക്കേണ്ടി വരും? അതല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ, വിശ്വാസികളെ നിങ്ങൾ റബ്ബിങ്കലേക്ക് ആത്മാർത്ഥമായി കൊണ്ട് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങണം. ആത്മാർത്ഥമായി കൊണ്ടുള്ള തൗബ, ആത്മാർത്ഥമായ തൗബ എന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവരെ? തെറ്റിങ്ങനെ ചെയ്യാ, വീണ്ടും തൗബ ചെയ്യാ, പിന്നെയും തെറ്റ് ചെയ്യാ, വീണ്ടും തൗബ ചെയ്യാ, അതാണോ? അതല്ല. ഒരു കാര്യം ചെയ്തു, ആ കാര്യം ചെയ്തത് എന്റെ റബ്ബിന് തെറ്റാണെന്ന്, എന്റെ റബ്ബ് ഇഷ്ടപ്പെടാത്തതും എന്റെ റബ്ബ് തൃപ്തിപ്പെടാത്തതുമാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് മാറി പിന്നോട്ട് വന്നു. റബ്ബേ, ജീവിതത്തിലുടനീളം ആ ഒരു തെറ്റിലേക്ക് ഞാൻ ഇനി പോകില്ല റബ്ബേ എന്ന് കൃത്യമായ ദൃഢപ്രതിജ്ഞയോടുകൂടിയുള്ള ഒരു മടക്കം. എന്തിൽ നിന്ന് എന്തിലേക്ക്? ആ തിന്മയിൽ നിന്ന് നേരായ റൂട്ടിലേക്കുള്ള ഒരു മടക്കം, അല്ലേ? ആ ഒരു മടക്കമാണ് പ്രിയപ്പെട്ടവരെ തൗബ. അതുപോലെ തന്നെയാണ് ഇസ്തിഗ്ഫാർ, പാപമോചന പ്രാർത്ഥന. നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. എപ്പോഴും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ് റബ്ബിങ്കലേക്ക് അടുക്കാൻ നമുക്ക് സാധ്യമാണ്. ആ ഇസ്തിഗ്ഫാർ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് നേട്ടങ്ങളെ
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. നമ്മളൊക്കെ ഇപ്പോൾ ദുനിയാവിൽ ജീവിക്കണം, എവിടുന്നാണ് ഇപ്പൊ ലാഭം കിട്ടുക എന്നുള്ളതാണ് അല്ലേ. എവിടുന്നാണ് ബെനിഫിറ്റ്, എങ്ങനെ കൂടുതൽ കിട്ടും എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ പറയുന്ന ഞാനും നിങ്ങളൊക്കെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് ഏതെങ്കിലും ഒരു നാട്ടിൽ എന്തെങ്കിലും ഒരു ഓഫർ ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നവരോ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ടവരോ അല്ലെങ്കിൽ വാട്സപ്പിലോ സോഷ്യൽ മീഡിയ എവിടെയെങ്കിലും നമ്മൾ കണ്ടാൽ നമ്മളത് നേടിയെടുക്കുവാൻ വാഹനമെടുത്ത് സമയം കണ്ടെത്തി അതിനു വേണ്ടി ആളെ കൂട്ടി നമ്മൾ അവിടെ എത്തും. ഞാൻ നിങ്ങളൊക്കെ എത്തും. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരലോകത്തിന്റെ വിഷയത്തിൽ എത്ര നന്മകൾ പഠിപ്പിച്ചു അല്ലേ. ഇപ്പൊ പള്ളിയിലേക്ക് കയറുമ്പോഴുള്ള പ്രാർത്ഥന നമുക്ക് പ്രതിഫലം വേണം. വലതുകാല് വെച്ച് കയറില്ല, അതിന് പ്രതിഫലം. കയറി വരുന്ന സന്ദർഭത്തിൽ സലാം പറഞ്ഞാൽ അതിന് പ്രതിഫലം. പള്ളിയിലേക്ക് കയറി വന്നിട്ട് 2 റക്അത്ത് തഹീത്ത് നമസ്കരിച്ചാൽ അതിന് പ്രതിഫലം. വിശ്വാസികളെ ജീവിതത്തിലുടനീളം ഒന്ന് ശ്രദ്ധിച്ചാൽ ഓരോ വിഷയത്തിലും എത്ര നന്മകൾ നമുക്ക് വാരിക്കൂട്ടാൻ പറ്റും. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമൂഹത്തോട് പറഞ്ഞ ചില വാക്കുകളുണ്ട് പരിശുദ്ധ ഖുർആനിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്നുണ്ട്, ഖാല റബ്ബി ഇന്നി ദഅവ്തു ഖൗമി ലൈലൻ വനഹാറാ. പഠിച്ചോനെ, രാത്രിയിലും പകലുമായി കൊണ്ട് ഞാൻ ഇവരെ വിളിക്കുന്നുണ്ട് റബ്ബേ, പക്ഷേ ഇവരെന്റെ വിളിക്കവർ ഉത്തരം നൽകുന്നില്ല. ഒരുപാട് സങ്കടത്തോടുകൂടി പറയുകയാണ്. ചരിത്രത്തിന്റെ താളുകൾ എടുത്ത് പരിശോധിക്കുമ്പോ ഒരുപാട് വർഷക്കാലം അല്ലാഹുവിന്റെ ദഅവത്ത് നടത്തുകയും വളരെ കുറച്ചാളുകൾ കടന്നു വരികയും ചെയ്തിട്ടുണ്ട്. കുറേ കാലം ദഅവത്ത് നടത്തി, പക്ഷെ അല്പ ആളുകളാണ് നേരായ പാതയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. എന്നിട്ട് ആ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമൂഹത്തോട് പറയുകയാണ്, ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അങ്ങനെ ഞാൻ പറഞ്ഞു, എന്റെ സമൂഹമേ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുക. നിങ്ങൾ നിങ്ങളുടെ റബ്ബിങ്കലേക്ക് നിങ്ങൾ പാപമോചനം നടത്തുക. അങ്ങനെ നിങ്ങൾ പാപമോചനം നടത്തിയാൽ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ വയുംദിദുകും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ പാപമോചനം നടത്തിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടം എന്തെന്നറിയുമോ? യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ. പടച്ച റബ്ബ് നിങ്ങൾക്ക് സമൃദ്ധമായ മഴയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകും. എന്താ പ്രിയപ്പെട്ടവരെ, സമൃദ്ധമായ മഴ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊക്കെ പലപ്പോഴും പറയലുണ്ട്, പിന്നെ പെട്ടെന്നൊരു മഴ പെയ്തു, നമ്മൾ ആരും കണ്ടില്ല, പോയി അല്ലേ, പെട്ടെന്ന് പോയി എന്നൊക്കെ പറയും. ഇതങ്ങനത്തെ മഴയല്ല. നല്ല അനുഗ്രഹീതമായ മഴയെ അല്ലാഹ് നമുക്ക് നൽകും. എപ്പോഴാ പ്രിയപ്പെട്ടവരെ? അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആലോചിച്ച് അതിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് വേണം നമ്മൾ പറയാൻ. വയുംദിദുകും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും അൻഹാറാ. പടച്ച റബ്ബ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ കൊണ്ടും നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും അല്ലാഹ് നിങ്ങൾക്ക് അഭിവൃദ്ധി നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തോട്ടങ്ങളും അരുവികളും ഉണ്ടാക്കി തരും. ഒരൊറ്റ വാക്ക് അസ്തഗ്ഫിറുല്ലാഹ്. ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ അല്ലാഹുവിങ്കലേക്ക് തൗബയും ഇസ്തിഗ്ഫാറും നടത്താൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. ഇതിൻ്റെയൊക്കെ ടോട്ടലായിട്ടൊരു കാര്യം പറയാൻ എന്താ പ്രിയപ്പെട്ടവരെ, നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഈമാനോടുകൂടി ഇഖ്ലാസോടുകൂടി നമ്മൾ ജീവിക്കുന്നുണ്ടാകാം. പക്ഷെ നമ്മുടെ കുടുംബം എവിടെയാണ്? നമ്മുടെ അഹ്ലീങ്ങൾ എവിടെയാണ്? നമ്മൾ രക്ഷപ്പെട്ടു എന്ന് കരുതി പിതാവ് രക്ഷപ്പെടുമോ? പിതാവ് രക്ഷപ്പെട്ടത് കൊണ്ട് മക്കൾ രക്ഷപ്പെടുമോ? മാതാപിതാക്കൾ രക്ഷപ്പെടുമോ? ഇല്ല. എല്ലാവരും നാളെ പരലോകത്ത് ഒറ്റക്കൊറ്റക്കായി വരും. ഇന്ന് എന്തെങ്കിലും ഒരു പ്രയാസം നമുക്കുണ്ട് എങ്കിൽ നമ്മുടെ വീട്ടുകാർ നമ്മളെ സഹായിക്കാനുണ്ട്. വീട്ടുകാർക്ക് കഴിയുന്നില്ലെങ്കിൽ അത് കുടുംബത്തിലേക്ക് എത്തും. കുടുംബക്കാർ നമ്മളെ സഹായിക്കും. അവിടെ നിന്നും സാധ്യമാകുന്നില്ല എങ്കിൽ നാട്ടുകാർ നമ്മളെ സഹായിക്കും. അതിനും സാധ്യമായിട്ടില്ല എങ്കിൽ ലോകം മുഴുവനും നമുക്ക് വേണ്ടി കൈകോർക്കും. പക്ഷേ പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത് എത്ര വലിയ സ്നേഹനിധിയായ ഉമ്മയാണെങ്കിലും മകനാണെങ്കിലും
നാളെ പരലോകത്ത് ഒരാൾക്കും ഒരാളെയും രക്ഷപ്പെടുത്താൻ സാധ്യമാവുകയില്ല. യബസ്വറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമിദിൻ ബിബനി. പടച്ചോനെ, ആ മനുഷ്യൻ പറയാണ്, നരകത്തിലേക്ക് ഇടാൻ പോകുന്ന മനുഷ്യൻ പറയാണ്, റബ്ബേ, ഞാൻ എൻ്റെ മക്കളെ വിട്ടുതരാം, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ? മാതാപിതാക്കളെ നമ്മൾ ആലോചിക്കണം. ദുനിയാവിൽ നമ്മുടെ മക്കൾ നമുക്കാരായിരുന്നു? മക്കളെ, നമ്മുടെ പിതാക്കൾ നമുക്കാരായിരുന്നു? നമ്മുടെ സമ്പത്തും നമ്മുടെ ശരീരത്തിലെ അവസ്ഥകളും മാറ്റിവെച്ചത് ആർക്ക് വേണ്ടിയാ? നമ്മുടെ മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി. പക്ഷേ നാളെ പരലോകത്ത് നമ്മെ മൈൻഡ് ചെയ്യുന്നില്ല. അമലുകൾ കൊണ്ട് കൂമ്പാരം കൂട്ടിവെച്ച അമലുകളുമായി നാളെ ഉമ്മ സ്വർഗത്തിലേക്ക് കടക്കുമ്പോ ആ പൊന്നുമോൻ നരകത്തിലേക്ക് പതിക്കാൻ നിൽക്കുന്ന സന്ദർഭങ്ങളിലൂടെ ഉമ്മയോട് ചോദിക്കാണ്, ഉമ്മ, നിങ്ങൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത ആളല്ലേ, ഞാനിതാ നരകത്തിലേക്ക് പതിക്കാൻ വേണ്ടി പോവുകയാണ്, ഉമ്മയുടെ സൽക്കർമ്മങ്ങളിൽ എന്തെങ്കിലും ഒന്ന് തരുമോ എന്ന് ചോദിക്കുമ്പോ പൊന്നുമ്മച്ചിയുടെ മറുപടി, മോനെ, ഇത് പരലോകമാണടാ, ഇവിടെ സെന്റിമെന്റ്സ് ഇല്ല മോനെ, ഇവിടെ സ്ഥാനത്തിനും മാനത്തിനും പദവിക്കും അർഹതയില്ല മോനെ എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരാനുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഓരോ ദിവസവും മാക്സിമം നമ്മൾ മുതലെടുക്കുക. നമ്മളിങ്ങനെ വിചാരിക്കുന്നുണ്ടാകും, ഞാനിപ്പോഴൊന്നും മരിക്കൂല, ഞാനിപ്പോഴൊന്നും ഈ ലോകത്തോട് വിട പറയുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസത്തിലും രാത്രി കിടന്നുറങ്ങാൻ നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു കടക്കാരനാണെങ്കിൽ അവൻ ആ കട അടച്ചിടുമ്പോ അന്നത്തെ ലാഭനഷ്ടങ്ങളെ കുറിച്ച് അവൻ എന്ത് ചെയ്യും? ഒരു കണക്കവൻ നടത്തും. എവിടൊക്കെ കൊടുത്തു, എവിടൊക്കെ പോയി, ഞാൻ ആരും കൊടുക്കാണ്ടില്ല ഒക്കെ നമ്മൾ ചിന്തിക്കും. അതേപോലെ രാത്രി കടക്കുമ്പോൾ നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കുക, എൻ്റെ ഖബറിലേക്ക് വേണ്ടി, എൻ്റെ റബ്ബിന് വേണ്ടി, എൻ്റെ പരലോക രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഇന്ന് ചെയ്ത നന്മകൾ എത്രയാണ്, ഞാൻ ഇന്ന് ചെയ്ത തിന്മകൾ എത്രയാണ്, ഏത് തിന്മയിൽ നിന്നാണ് എനിക്ക് മോചനം ലഭിക്കേണ്ടത്, ഏത് തിന്മയാണ് എൻ്റെ വീക്ക്നെസ് ആയി പോകുന്നത്, അതിൽ നിന്ന് പിന്മാറി യഥാർത്ഥ നന്മയിലൂടെ സഞ്ചരിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. ഇതൊക്കെ ദുനിയാവിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നന്മയുടെ മാർഗത്തിൽ സഞ്ചരിക്കുവാൻ, നീങ്ങുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും അസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുനിയാവിലൂടെയുള്ള ഈ സഞ്ചാരത്തിനിടയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു വെച്ച മരണത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരിക. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഖുറൂർ. മനുഷ്യ കൽബുകളെ പിടിച്ചു കുലുക്കുന്ന പരിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ദേഹങ്ങളും മരണത്തിന്റെ രുചി ആസ്വദിക്കുമെന്നുള്ളതാണ്. ആ മരണത്തിന്റെ രുചി ആരെങ്കിലും ആസ്വദിക്കില്ലായിരുന്നുവെങ്കിൽ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂടെ ഉണ്ടാകുമായിരുന്നു, അല്ലേ? എല്ലാവരും ആസ്വദിക്കുമെന്നുള്ളതാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്ന ചിന്ത, ഞാനിപ്പോഴൊന്നും മരിക്കൂല, എനിക്ക് ഷുഗർ ഇല്ല, എനിക്ക് പ്രഷർ ഇല്ല, മറ്റുള്ള ശാരീരികമായ അസ്വസ്ഥതകൾ എനിക്കില്ല, ഞാൻ എന്തിന് ഭയപ്പെടണം
എന്ന് കരുതി തിന്മയിലൂടെ വിരയിച്ചു കൊണ്ടിരിക്കുന്ന പാപികളായ മനുഷ്യരായ നമ്മൾ, പ്രിയപ്പെട്ടവരെ, ഗൗരവത്തോടു കൂടി ചിന്തിക്കാം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ഇന്നൽ മൗത ഫസഉൻ, തീർച്ചയായും മരണം എന്നുള്ളത് ഭീതിജനകമാണ്, വല്ലാത്ത പ്രയാസമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, റസൂലേ, അങ്ങക്ക് വേദനിക്കുന്നുണ്ടോ, അങ്ങക്ക് പ്രയാസമുണ്ടോ എന്ന് ചോദിക്കുമ്പോ, ഇന്നലിൽ മൗതി സകറാത്ത്, മരണത്തിന് സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ട് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പ്രിയപ്പെട്ടവരെ പറഞ്ഞത്. മരണത്തിന് സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? പക്ഷെ നല്ല ആളുകളെ സംബന്ധിച്ചിടത്തോളം പേടിക്കേണ്ടതില്ല, നല്ല വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പേടിക്കേണ്ടതില്ല. അവരുടെ അടുക്കലേക്ക് മലായിക്കത്തുകൾ കടന്നു വരുമ്പോ പറയുകയാണ്, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതീ കുൻതും തുഅദൂൻ. നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗ്ഗത്തെക്കുറിച്ച് നിങ്ങൾ സന്തോഷമടഞ്ഞുകൊള്ളുക. നമ്മുടെ കുടുംബത്തിൽ നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോൾ നമ്മുടെ ഉമ്മ പറയാണ്, അല്ലെങ്കിൽ ഉപ്പ പറയാണ്, നമ്മുടെ മക്കള് പറയാണ്, നമ്മളെ ചേർത്ത് പിടിച്ചിട്ട് എന്നൊരു സന്തോഷ വാർത്ത ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആകെ അത്ഭുതപ്പെടില്ലേ? എന്തായിരിക്കും ആ സന്തോഷം, എന്തായിരിക്കും അത് എന്ന് നമ്മൾ ചിന്തിക്കൂലേ? പ്രിയപ്പെട്ടവരെ, മരിക്കുന്ന സമയത്ത് മലായിക്കത്തുകൾ പറയുന്ന ഈ വചനം കേൾക്കാൻ ആഗ്രഹമില്ലാത്ത ആളുകൾ ആരാ നമ്മുടെ കൂട്ടത്തിലുള്ളത്? എന്തേ നമ്മളോട് റബ്ബ് പറഞ്ഞിട്ടുള്ളൂ, നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, തിന്മയിലേക്ക് നിങ്ങൾ പോകരുത്, അന്യരെ കുറിച്ചിട്ട് കുറ്റവും കുറവും നിങ്ങൾ പറയരുത്, അന്യന്റെ മുതൽ നിങ്ങൾ അപഹരിക്കരുത്, ബാധ്യതകൾ നിങ്ങൾ നിർവഹിക്കണം, മറ്റുള്ളവരെ കുറിച്ച് അവരുടെ ന്യൂനതകളെ നിങ്ങൾ ജനങ്ങൾക്കിടയിൽ നിങ്ങൾ ചികയരുത്. ഇത്തരത്തിലുള്ള നന്മകളെ റബ്ബ് നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മോട് പറഞ്ഞിട്ടുണ്ടോ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റുന്നതേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയിട്ടുള്ളൂ, അല്ലേ? ആ കറക്റ്റ് സമയത്ത് നമസ്കരിക്കുക, നമസ്കാരം കഴിഞ്ഞ് നമ്മുടെ മഈശത്തിലേക്ക് നമുക്ക് നീങ്ങാം. ആ മഈശത്ത് നടത്തുമ്പോൾ അവിടെ ഇസ്ലാം പഠിപ്പിച്ച മര്യാദകൾ നമ്മൾ പാലിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ കടന്നുപോയാൽ നമുക്ക് നമ്മുടെ പര്യാവസാനം അൽഹംദുലില്ലാ നമുക്ക് നന്നാക്കുവാൻ സാധ്യമാകുമെന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന